ഞാൻ അവളെ വിളിക്കാം, നിങ്ങൾ പറഞ്ഞു നോക്ക്. മല്ലികേ, മല്ലികേ, എന്തോ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അമ്മേ? അല്ല, നിന്നെ അല്ല വിളിച്ചത്, മല്ലിയെ വിളിച്ചതാ. എന്താ അമ്മേ? അല്ല, ഇവർക്ക് നിന്നോട് എന്തോന്നാ പറയാനുണ്ടെന്ന്. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം. ഏട്ടനെ ന്യായീകരിക്കാനാണ് എനിക്ക് കേൾക്കണ്ട. വാസൂട്ടിനെ ന്യായീകരിക്കാനാ ഞങ്ങളാ? പൊന്നെ, ന്യായീകരിക്കാൻ പറ്റിയൊരു മുതല് നാട്ടുകാർ മുഴുവൻ പറയണ അവൻ കള്ളുകുടിയനാണ്, പണിക്ക് വിളിച്ച സമയത്ത് ചെല്ലൂല, വീട്ടിൽ അലമ്പാണെന്ന്. അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഞങ്ങളൊന്നും അവനെ ഒന്നും ന്യായീകരിക്കൂല. അങ്ങനത്തെ ഒരു ആളുകളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ജെസ്സി തന്നെ പറയണേന്ന് വാസൂട്ടിയുടെ കൂടല്ലേ ഇച്ചായം ചീത്താവുന്നു. അതുവരെ എത്തി കാര്യങ്ങള്. കേക്കമ്മ. എടാ നാണം ഉണ്ടോ നിനക്ക്? ഈ ഭാര്യനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണ? ഈ പണിയെടുക്കണ കാശിന് കള്ളു കുടിച്ച് നടക്കണ ശരിയാണോ? നീ കുടുംബം നോക്കണ്ടേ? അല്ല, ഇജാരാണ് ഇപ്പൊ ഈ വാസുട്ടീനെ അങ്ങനെ ഉപദേശിക്കാനായിട്ട്? നല്ല ആളപ്പൊ ഉപദേശിക്കാൻ വന്നേക്കണേ. ഒരു പണിക്കും പോകാണ്ട് വെറുതെ അങ്ങനെ വെള്ളം വെള്ളി ഷർട്ടും കുപ്പായിട്ടിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കാന്നല്ലാണ്ട് ഓൻ എന്തേലും കഴിക്കണ്ടെങ്കിൽ എടോ ചേങ്ങായി, അവൻ പണിയെടുത്തിട്ടാണ് എന്തേലും കുടിക്കണേ. അല്ലാണ്ട് എൻ്റെ മാതിരി 10% കമ്മീഷൻ മേടിച്ച അതുകൊണ്ടല്ല കുടിക്കണേ. പണിയെടുത്ത് അധ്വാനിച്ചിട്ട് കഴിക്കണ ആളാണ് അവൻ. എന്നാലും കുടിയനല്ലേ? കുടിക്കണവന്മാരെല്ലാം കുടിയന്മാര്. ആയിക്കോട്ടെ, എന്നാലും ഓ അത്ര മോശമൊന്നല്ല. പണിക്കൂല്ലേ? പണിക്ക് പോയിട്ട് എന്താ കാര്യം? അത് മുഴുവൻ കുടിച്ച് തീർക്കല്ലേ? അത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പണിക്ക് പോണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പൈസ വീട്ടിൽ കൊണ്ട് കൊടുക്കണ്ടേ? അങ്ങനെ കുടിച്ച് നടന്ന നടക്കോ? അല്ല, എന്നോട് പാറ ഇന്റെ ഇടയിലേക്ക് ഇങ്ങോട്ട് വന്ന് ഇറങ്ങാൻ പറഞ്ഞായി. അന്നപ്പോ ആരെങ്കിലും കൂടി വിളിച്ചോ? കാര്യമില്ലമ്മ പറഞ്ഞു. നാട്ടിൽ ഇത്ര ആളുണ്ടായിട്ട് ഞങ്ങൾക്ക് കൂട്ടുകൂടാൻ കിട്ടിയത് ഒരു മുഴുക്കുടിയനാ. നാണക്കേടായിരിക്കാണ്. നീ എന്റെ മോനെ അത്ര കൊച്ചാക്കി സംസാരിക്കൊന്നും വേണ്ട. അവൻ അധ്വാനിച്ചിട്ടാ കുടിക്കുന്നത്, അവന്റെ അച്ഛനെ പോലെ. അച്ഛന്റെ കാര്യമൊന്നും പറയണ്ട. എന്നാലും മുഴുക്കുടിയനല്ലേ മോൻ? മുഴുകൂടിയനൊന്നല്ല, ഇന്നലെ കുടിച്ചപ്പോ കുറച്ച് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യും, എന്റെ ഇക്കാനെ കണ്ട് പഠിക്കും. മൂപ്പരാകുമ്പോ കുടിയില്ല, വലിയില്ല, വീട്ടിലൊരു വിലയില്ല. അതല്ല, ഒട്ടും കുടിക്കാതിരിക്കണവരെയും വലിക്കാതിരിക്കണവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ഇത്തിരി വിഷം കൂടുതലായിരിക്കും ഇവർക്കൊക്കെ. എന്താ എന്നോട് ഞാൻ കാണിച്ചായി? എന്നോട് കാണിച്ചിട്ടല്ല, ഇത്തിരി കുടിക്കണവര് എന്തെങ്കിലുമൊക്കെ ഉണ്ടെ തുറന്നു പറയും, മനസ്സിലൊന്നും ഇരിക്കൂല. അതെ അതെ, ഇതൊക്കെ തന്നെ തുറന്നു പറയുകയൊക്കെ ചെയ്യും. അതെ, എന്തിനാ ഇങ്ങനെ നമ്മള് ഇറക്കിക്കണേ? ഇപ്പൊ അതാ വലിയ മാനിനാന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കാൻ ലബൻ ഇപ്പൊ എന്തായിരുന്നു മുതല്? എത്ര പ്രേമുണ്ടായിരുന്നു വെച്ചിട്ട് അവർക്ക്. എന്റെ ഓർമ്മയിൽ തന്നെ ഒരു 10-17 പ്രേമുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ടിപ്പോ ആ പ്രേമിച്ച പെൺകുട്ടികളിലൊക്കെ കല്യാണം കഴിച്ച് നടക്കല്ലോ. അവനക്ക് ഇഷ്ടപ്പെട്ടൊരു കുട്ടീനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണ്. അത് നമ്മള് ചെറുപ്പത്തിൽ ഇങ്ങനെ പല പ്രേമമൊക്കെ ഉണ്ടാവുമല്ലോ. അതിപ്പോഴും അവരെന്നെ വിളിക്കാറുണ്ട്, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ വീടുമായിട്ട് ഒരു ബന്ധപ്പെടുത്താറില്ലല്ലോ. അതങ്ങനെ ഒരു വഴിക്ക് നടക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു വരുത്തണ്ട, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ജീവിതങ്ങൾ ഇങ്ങനെ പറയാ. പിന്നെ ഇപ്പൊ ഒരു ഇത്തിരി കുറവൊക്കെ ഉള്ള മനുഷ്യർ തന്നെയുള്ള നമ്മളൊക്കെയും എല്ലാം തകഞ്ഞവരാരാണ്? അതൊക്കെ മനസ്സിലാക്കി ഒരു അഡ്ജസ്റ്റ് അങ്ങനെ അങ്ങനെ പോവാ, അത്രേ ഉള്ളൂ. അതൊക്കെയുള്ള ജീവിതം. എന്നാലും ഇവന്റെ ഒരു കുടിയേ അങ്ങനെ കുടിക്കാറൊന്നുമില്ല. പക്ഷെ ഇന്നലെ ഇത്തിരി കൈവിട്ട് പോയി. എന്റെ മല്ലികേ, അല്ല ഓന്റെ മല്ലികേ, അതെ ഇത്തിരിയൊക്കെ പ്രശ്നങ്ങളില്ലാത്തവരാരാണ്? പിന്നെ ജീവിതല്ലേ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ട് പോവുക, അങ്ങനല്ലേ? ഒന്നുമില്ല, ഒരു പഠിച്ചൊരു പെൺകുട്ടിയല്ലേ, ഇത്തിരിയൊക്കെ ഒരു നോളജ് ഒക്കെ വേണ്ടേ? ഏട്ടാ, എന്താ കുട്ടിയെ? രാവിലെ ചോദിച്ച ചായ എടുത്തിട്ട് വരട്ടെ. എടുത്തോ. നിങ്ങൾക്ക് ചായ വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ട. അല്ല, ഒരു ചായ ഒന്നു മതി. എന്താ? അല്ല, നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? നിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് ഉപദേശിക്കാൻ പോവുക. ഇതെന്തപ്പത്? ഞാനെന്ത് ചെയ്ത്? ഒന്നുമില്ല, നീ പണിയെടുത്ത് ജീവിക്കില്ല. അതന്നെ ഇതിപ്പോ സാരിയുടെ അരി കടിക്കാൻ കൊണ്ടുവന്ന വരിയല്ലോ, തുണി തീരുന്നില്ലല്ലോ. നിങ്ങളിപ്പോ അവസാനിച്ചു കൊടുത്ത് തുറഞ്ഞ അമ്മ പറയണതറിയോ? എന്റെ മാതിരി ജോലി എന്തെങ്കിലും ചെയ്തിട്ട് ജീവിക്കണം നീന്ന്. എല്ലാവരും മരപ്പണിക്ക് പോയാൽ ബാക്കി പണി ആര് ചെയ്യും? ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നില്ല. ഞാനങ്ങോട്ട് പോട്ടെ. മോനെ തന്നെ ശരിക്കും ഉപദേശിച്ചാൽ മതി. നീ ഇവിടെ ഉണ്ടായാ? എപ്പോ വന്നത്? കുറച്ചേരായി. ശരി, എന്താ പരിപാടി? എന്താണ്? ഒരു ഷോപ്പിങ്ങിന്റെ കാര്യം പ്ലാൻ ചെയ്യാൻ വന്നതായിരുന്നു. ചോദിക്കോ, എന്റെ കാശൊന്നും ഇല്ലാട്ടാ. കാശൊന്നും വേണ്ട, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി. ഇച്ചേന് പണ്ട് എത്ര കാമുകിമാരുണ്ടായിരുന്നു? ഇങ്ങോട്ട് നോക്ക്, ഞാനല്ലേ സംസാരിക്കുന്നത്. എത്ര പേരുണ്ടായിരുന്നു?
ആരാ നിന്നോട് ഈ പൊട്ടത്തരം 17 കാമുകിമാരുണ്ടായിരുന്നോ? പടച്ച റബ്ബേ ഇതിപ്പോ മിഷേലിന് നൂല് കുടുങ്ങിയ വരെയല്ലോ. ഇങ്ങോട്ട് നോക്ക്. അതിൽ ആരൊക്കെ ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എവിടെ നിങ്ങളുടെ ഫോൺ? എടീ നിന്നോട് ആരാ പറഞ്ഞത്? അങ്ങനെ ഒന്നും നോണയാണ്. പറഞ്ഞേ ഞാൻ കേട്ടാണ്. എന്താ റസിയ ഇത് എന്നെ എങ്ങനെ പറയണ? എന്താ രസിയ? നിങ്ങൾ ആര് ഗന്ധർവ്വോ? ഇച്ചിരി പെണ്ണുങ്ങൾ നിങ്ങളുടെ അടുത്ത് വരാൻ. ജെസ്സി നിന്റെ മോഹത്തല്ലാതെ ഞാനൊരു പെണ്ണുകളെ എന്താണ് ഇവിടെ? കഞ്ചാവ് ഇങ്ങോട്ടെ. ഫോൺ നോക്കിട്ട് ഇപ്പൊ ശരിയാക്കി തരാം നിങ്ങൾ. വരിക്കത് വെറുതെ ഞങ്ങൾ വെറുതെ ഇതിന്റെ ലോക്ക് നിങ്ങൾ മാറ്റിയാ? ഞാൻ മാറ്റിയില്ല, തന്നെത്താൻ അങ്ങനെ ആയിപ്പോടാ. തന്നെ എങ്ങനെ ഒരു ഫോണിന്റെ ലോക്ക് മാറ്റണം? കുഴപ്പമില്ലല്ലോ. നീ ആരെയെന്ന് വെച്ചാ നോക്ക്. ഈ തോളം ചേർത്ത സൂചിയിൽ നൂല് കയറ്റാൻ നോക്കല്ലേ കേട്ടോ ചേച്ചി. അല്ല ഞാൻ പറയാണ്. അതൊന്നും നമ്മളിപ്പോ ഇവിടെ എന്താ ബന്ധം? അല്ല എന്തുണ്ടായാലില്ലെങ്കിലും അത് ഞാൻ ഈ മനുഷ്യൻ അങ്ങനെയാണോ എടീ, നീ അങ്ങനെയൊന്നും പറയലേന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്ത് കടും കൈ ഞാൻ ചെയ്ത് ഫോൺ വഴി മാറി അല്ല, ഈ ഓളെ കൊണ്ട് വീട്ടിൽ പോയേ. നീ വന്നേ മനസ്സിലായി. ഇതിൽ മൊത്തം പെണ്ണുങ്ങളാ. എടി ജെസ്സി, എടി ഞാൻ പറഞ്ഞ ഇതൊക്കെ അവരുടെ ഭാര്യമാരുടെ പടം അവന്മാര് ഗമ കാണിക്കാൻ ഇട്ടേക്കാണെന്ന്. നിങ്ങൾ എന്റെ പണി കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിന്റെ പടം എന്തിനാ ഞാൻ നാട്ടുകാരെ കാണിക്കണം? അവന്മാർക്കൊക്കെ എന്താണ് മനുഷ്യന്റെ കുടുംബം കലക്കാൻ വേണ്ടിട്ട്? എനിക്ക് പറയണം. ആരാണ് നിങ്ങളോട് ഇപ്പൊ എടി നീ അതിൽ ചാറ്റ് ചെയ്ത് നോക്ക്. ആരെങ്കിലും എന്തെങ്കിലും റോങ് പറയണ്ടെന്ന് നോക്ക് നീ. എല്ലാത്തിനും പിടിക്കുന്നുണ്ട്. നിങ്ങൾ ജെസ്സി, നീയാണ് സത്യം. അമ്മ ഒന്ന് പറയാമ. ഞാനേ വീട്ടിലേക്ക് നടക്കുന്നു. പടച്ച റബ്ബേ ഇനിയിപ്പോ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അടുത്ത തീരുമാനം എടുക്കേണ്ടി വരുമോ? ഒത്തുതീർപ്പാ നിങ്ങളിത് കുടുംബക്കോടതിയാക്കോ? ഇനി അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. ഈ ഒറ്റ എടുത്തിയാണ് തെറ്റാനത്തിനൊക്കെ കാരണം. ഞാനപ്പ എനിക്കൊക്കെ കാരണം